ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വിനൂസ് കുക്കിംഗ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കീമ മട്ടർ മസാലയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് കണ്ടു നോക്കിയാലോ. ഞാനിവിടെ 1/2 kg മട്ടൺ കീമയാണ് എടുത്തത്. ഇത് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞു വെച്ചതാണ്. 3 ഉള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് 4 ടേബിൾ സ്പൂൺ ഓയിൽ വയ്ക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുക്കുന്നത്. ഇതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, കുരുമുളക് ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 3-4 മതി. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളി ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 2 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട്. എല്ലാം കൂടി മിക്സ് ചെയ്യാം. 2 മിനിറ്റ് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് കീമ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാം നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഈ കീമയിലുള്ള വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. കീമയിലെ വെള്ളമൊക്കെ വറ്റിയിട്ട് ഓയിൽ തെളിഞ്ഞ് കാണുന്നുണ്ട്. നമുക്കിതിലോട്ട് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കണം. ഇതിലേക്ക് ഇനി 2 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒരു 2 മിനിറ്റ് മിക്സ് ചെയ്യണം. ഇതിലേക്ക് 1 സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടികളെല്ലാം ചേർത്ത് നന്നായി വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 വലിയ തക്കാളി അരച്ചതും കൂടി ചേർക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്യുക. തക്കാളിയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ചെറുതായിട്ട് ഓയിലൊക്കെ തെളിഞ്ഞ് കാണാൻ തുടങ്ങി. ഈ സമയത്ത് 1 ഗ്ലാസ് ചൂടുവെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി മിക്സ് ചെയ്യാം. ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഇതിനെ അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്യണം. ഫ്ലെയിം കുറച്ച് വെക്കണം. ഇത് കുക്ക് ചെയ്യാൻ വെച്ചിട്ട് 10 മിനിറ്റായി. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഓയിലൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. ഇത് ഫ്രോസൺ ഗ്രീൻ പീസാണ്. 1 കപ്പ് ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കസൂരി മേത്തിയും കൂടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടച്ച് വെച്ച് ഒരു 5 മിനിറ്റും കൂടി കുക്ക് ചെയ്തെടുക്കാം. ഇതൊന്ന് തുറന്ന് നോക്കാം, ഗ്രീൻ പീസൊക്കെ വെന്തോ എന്ന്. ഗ്രീൻ പീസൊക്കെ വെന്തിട്ടുണ്ട്. എരിവ് നോക്കിയിട്ട് 2 പച്ചമുളക് കീറിയിടുന്നുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടി കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കീമ മട്ടർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ചിക്കൻ വെച്ചിട്ടും ചെയ്യാൻ പറ്റും. ചിക്കൻ്റെ ബോൺലെസ് പീസ് എടുത്തിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുത്താൽ മതി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.